ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന ഉണ്ടാക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ്. അതിലോരോ പൂ വരുന്നതും കായ് വരുന്നതും ഒക്കെ നമുക്ക് എത്ര സന്തോഷം തരുമെന്നറിയോ. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ പടവലോ ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊരു കുമ്പളങ്ങയാണ്. ഇത് പക്ഷേ തീരെ ചെറുതായിട്ട് തന്നെ അത് ലീച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറി കിടക്കുന്നത്. കുറച്ച് ഭാഗം കേടായതുപോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം അതിൽ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അധികം സ്ഥലത്ത് ഒരു ഒത്തിരി വ്യാപിച്ചൊന്നും കിടപ്പില്ല. ചെറുതായിട്ട് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. പൂവൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിളുത്താണ് ഒരു ചുരക്ക അല്ലെങ്കിൽ തടിയങ്കായെന്നോ ലോക്കിയെന്നോ ഒക്കെ പറയാവുന്ന ഈ സാധനം. ഇത് നമ്മൾ ആ കുമ്പളത്തിൻ്റെ വള്ളി തന്നെ കയറിയതാണെന്നാണ് വിചാരിച്ചത്. കായ ഉണ്ടായപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ലോക്കിയാണ്. ഇതധികം വലിപ്പമൊന്നും വെക്കുന്നതല്ലെന്ന് തോന്നുന്നു. ചെറിയ കായാണ്. അത് കുറച്ച് ദിവസമായി ഇങ്ങനെ കാണുന്നത്. ഇത് അധികം വലിയതൊന്നും ആകുന്നതല്ലെന്ന് തോന്നുന്നു. ഒരിടത്തരം വലിപ്പത്തിൽ കിടക്കുന്നത്. അവിടെ ഒരു കൊന്ന ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ആ കൊന്നയിലേക്ക് തന്നെ പടർന്ന് കയറിയതാണ് ഈ ലോക്കി. അങ്ങനെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറികളെ ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെന്ത് പറയുന്നു? ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ